ബുള്ളറ്റ് മേടിക്കാൻ. ഒരു വണ്ടി തരുമോ? ഇതാരത്? പേരെന്താ? എന്റെ പേര് റിസാ? അതെ അതെ. വണ്ടിയില്ല ബ്രോ, വണ്ടിയില്ല, വേറെ ഇല്ല. ഓക്കെ ഓക്കെ. ക്രോസെയർ. അയ്യോ, ദൈവത്തിനെ വിളിച്ചിട്ട് വന്നില്ലല്ലോ. അവനെ ബുള്ളറ്റ് ഹോസ്റ്റലിൽ മേടിക്കാൻ. ഇല്ല ബ്രോ, ഒന്നുമില്ല. അതെന്താടാ കഴിച്ച്? റോബറി റൂൾ എന്താ? നോൺ PvP ഇതെന്താന്നൊരു ഐഡിയ ഇല്ലല്ലോ. ചെന്ന് കേറി കൊടുത്തിട്ട് നീ സീനാവണ്ട എന്നടുത്ത മോഡ് റിക്വയർ എ ഹോസ്റ്റേജ്. 2 മോഡില് ഹോസ്റ്റേജ് വേണം. അപ്പൊ അവനെ ഹോസ്റ്റേജ് എടുക്കാം, ബാക്കിയൊക്കെ പിന്നെ. ആ എന്റെ പേരെന്താ? ഡിസ്റ്റോ ഡിസ്റ്റോ. അവനെ ഹോസ്റ്റേജ് ഇട്, അവനെ ഹോസ്റ്റേജ് ഇട്, അവനെ ഹോസ്റ്റേജ് ഇട്, ഹോസ്റ്റേജ് ഇട്. ഷോ പ്രോപ്പറി ഹോസ്റ്റേജ് വേണം. വാ വാ. ലോ 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 ലോ. ഒന്നിറങ്ങി ബ്രോ, ഒന്നിറങ്ങി. കുറച്ച് കഴിഞ്ഞ് പോയാ പോരെ? വാ, ഗ്യാരി അടിച്ച്. ഇവിടെ ഈയടി ഇപ്പൊ പുള്ളി വിഷമാവും. ഈയടി എന്താ ബ്രോ? ഏടിച്ചോ ഈയടി. ഈ അടിച്ചോടാ. ഈ അടിക്കല്ലോ. ഹലോ, എന്താടാ കുട്ട അടിക്കുന്നേ? അടിക്കണ ഹെൽമെറ്റ് പോലും ഇല്ല ചേട്ടാ. നീ ആരടാ? നിനക്കെന്താ ഒരാളെ ഹോസ്റ്റേജ് വിളിച്ചാ വരാൻ പറ്റൂലേ? നീ ആരും നിന്റെ വിചാരം? ഗൺപോയിന്റിൽ പേടിയല്ലടാ കുട്ട. കത്തി വെച്ച് കിണ്ടിയുടെ AR കൊണ്ട് കിടക്കണേ. അലിയാ, ഞാൻ പറയട്ടെ, എന്റെ പിസ്റ്റല് ബുള്ളറ്റ് പോലും ഇല്ലേ. ഇല്ലെങ്കിൽ ഇവിടെ പിസ്റ്റലിൽ അടിക്കോ? ഞാൻ ചുമ്മാ ഇവിടെ പിസ്റ്റൽ അടിച്ചിടോ? ഏത് പോട്ടാണോ അത്? എടാ, ഇത് എന്ത് ചെയ്യാനാ? ഇവനെ പൊങ്ങട്ടല്ലേ? തല്ലിയതല്ലേ? മൂലക്കേട്ട് കിടക്കടാ. ഈട്ട AR വെച്ച് പോലെ അടിക്കാനില്ല. ഇവൻ ആര്? ഇവൻ ഏതാ ഡെസ്ട്രോ ഗ്യാങ്? എന്തായിരുന്ന ടോക്കിയോ കണ്ടിയാണ്. അതെ ടോക്കിയോ കണ്ടിയാണ് ഇത്. അപ്പൊ ഇതൊക്കെ പ്രതീക്ഷിച്ചാ മതിയടാ, മതി. എടാ, നല്ല രീതിക്കല്ലേ ഇപ്പൊ വിളിച്ചത്. എടാ, നിന്നോട് എന്താ പറഞ്ഞേ ബ്രോ? പെട്ടെന്ന് പോയിട്ട് ആവശ്യമൊന്നും ഇല്ലല്ലോ, വാന്നല്ലേ പറഞ്ഞേ, അല്ലാണ്ട് എന്നോട് മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. കൊള്ളാം. അപ്പൊ നീ വാ. നീ ബാക്കി പറ. അതെന്താണ് റേഡിയോ കോൾ കൊടുത്ത്? കയ്യിലിരിപ്പിന് അവൻ ചത്ത് കിടക്കുന്നു. ഇപ്പൊ എന്താ പ്രശ്നം? എന്താ റേഡിയോ കോൾ കൊടുത്ത്? ഇല്ലല്ലോ, എന്താണ് റേഡിയോ കോൾ കൊടുത്തത്? എന്താ അവന്റെ പ്രശ്നമാണ്? അവന് നമ്മള് ഹോസ്റ്റേജ് എടുക്കാൻ വേണ്ടി ഒരു ഷോപ്പ് റോബറിക്ക് ഹോസ്റ്റേജ് എടുക്കാൻ വന്നപ്പോ അവന് ഹോസ്റ്റേജ് ആവാൻ വയ്യ. 2 പേരും AR വെച്ച് 2 പേരെ അടിച്ചിടാൻ മാസ് കാണിക്കാൻ നിന്ന്. അത് ആസായി കിടപ്പുണ്ട് തറയില്. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞത് ഷോപ്പ് റോബറി അതല്ല ബ്രോ, ഞാൻ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നാ. ഇതിപ്പോ അല്ലേ നിങ്ങള് ഹോസ്റ്റേജ് എടുക്കാൻ നോക്കിയതാ ബ്രോ? മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ കേട്ടാ. എന്താ ബ്രോ കൺഫ്യൂഷൻ? ബ്രോയുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. ഞാൻ അവിടെ TDM ഉണ്ടായിരുന്നു ബ്രോ. TDM വരുന്നത് സാധാരണ നമ്മളിങ്ങനെ ബാക്കിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിയ വരുന്നത്. ബ്രോ വന്നത് വേറെ വഴിയാണല്ലോ, ഗ്യാങ്സിന്റെ ആ റോഡ് വഴിയാണ്. ഞാനിവിടെ വന്നു. ആദ്യം വന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ അവിടെ ഇങ്ങനെ ചുറ്റും കറങ്ങി അതിലേക്ക് പോയി നോക്കി അവൻ എവിടെയാന്ന്. ഇല്ല ബ്രോ അല്ലേ ഇവിടെ പറഞ്ഞു ഇവിടെ കോളുണ്ട്, ഇവിടെ നിന്നാ കോള് വന്നേന്ന് ആദ്യമേ. അതെ. പിന്നെ ഇവിടെ വന്നിട്ട് ചുറ്റും കറങ്ങിയല്ലേ? അല്ല നിനക്ക് എപ്പോഴാ ഗോൾ ഔട്ട് തന്നെ? കൊറേ നേരം എനിക്ക് കോൾ ഔട്ട് വന്നിട്ട് പിക്കാൻ വരാൻ വരുന്നേ?
അവന് ഇല്ല ഒന്നുമില്ലാണ്ട് ഇവിടെ കിടക്കുമ്പോഴാണ് എനിക്ക് വരാനുള്ള ഇത് കണ്ടേ. എത്ര നേരമാടാ ഇവിടെ കണക്ട് ചെയ്യണത്? നീ സിറ്റിയിൽ ഉണ്ടായിട്ട് എന്താടാ റേഡിയോ പോലും കണക്ട് ചെയ്യാത്തത്? 70-90 ബാക്കിയുള്ളവരൊക്കെ എവിടെയാ? എടാ ഈ വണ്ടി ഇവിടെ കിടന്ന് കറങ്ങിയതാടാ അളിയാ ജുഗുറു. ഇതാ ബാക്കി വന്ന നീലവണ്ടി ഉണ്ടല്ലോ, അവന്മാർക്ക് എങ്ങനെയാ? ഇവന്മാര് ഇത്ര നേരം ഇവിടെ കിടന്ന് കറങ്ങുമായിരുന്നു. ആ നീലവണ്ടി ഇപ്പൊ വന്നാ നിർത്തിയേക്കുന്നേ. റോബറി സ്റ്റോർ റോബറി എന്താണ് ബ്രോ? അവൻ ഗ്യാങ് ഡ്രസ് അല്ലായിരുന്നോ? ബ്രോ ഗ്യാങ് ഡ്രസ് ഉള്ള ആളെ എങ്ങനെ ബ്രോ? ഗ്യാങ് ഡ്രസ് ഉള്ള ആളെ എങ്ങനെ ബ്രോ റോബറിക്ക് ഇട്ടോണ്ടിരിക്കുന്നത്? ഇതാണ് ഗ്യാങ് ഡ്രസ് ബ്രോ. അത് ഗ്യാങ് ഡ്രസ് ആണ് ബ്രോ. അതിന്റെ ഇടയിൽ ഗ്യാങ് ഡ്രസ് താഴെ ഗ്യാങ് ഡ്രസ്സാ. അത് ഊരി ഇട്ടിട്ട് കിടക്കണം. അല്ലാണ്ട് നമ്മൾ അവനോട് അത് ഊരി ഗ്യാങ് ഡ്രസ് ആണോ നോക്കട്ടെ ബ്രോ എന്ന് പറഞ്ഞ് ഗ്യാങ് ആണോ നോക്കാനൊന്നും നമുക്ക് പറ്റൂല. വേണേ കയ്യിലിരിപ്പിന് മേടിച്ച് അതിനിപ്പോ എന്താ? നിനക്കൊക്കെ എന്താ വേണേ എടുത്തോണ്ട് പോകാൻ നോക്കടാ. അഹങ്കാരം എന്താ? എന്താ സംസാരിക്കാനില്ല? പിള്ളേരെത്തിയടാ. ഡെസ്ട്രോ എടാ, ഡെസ്ട്രോ അല്ലേ ഇത്? ഡെസ്ട്രോ ആണാടാ ഒറ്റയ്ക്ക് അടിച്ച്. എടാ എന്തൊന്ന് പയ്യുണ്ടോ ഇവൻ? പീഡിയമ്മീന്ന് അടിച്ചടിച്ചടിച്ചടിച്ച് തരിച്ച് നിക്കുവായിരുന്നു വന്നേട്ടാ. വന്ന് കേറി കൊടുത്തു വായിലോട്ട്. 4-5 പേരുണ്ടായിരുന്നടാ. അവന്റെ ഗ്യാങ്ങിലുള്ളവന്മാര് വന്ന് നമ്മളെ അടിച്ചിട്ടെന്ന്. അത് കഴപ്പള്ളി. അപ്പൊ കക്കൂസിന്റെ തുണിയും കഴിവിട്ട് പോയാൽ മതി. നക്കി തുടങ്ങടാ. കൊല്ലല്ലേ കോച്ച്? എടാ ഹലോ കഴിവോ? ഹലോ അനുസരിച്ച് സമയം കൂടുവേ. കേൾക്കുന്നില്ലെങ്കിൽ സമയം കൂടുവേ. നിന്നേക്കാളെ കണ്ടിട്ടുണ്ടാ നിന്ന് കഴുകിട്ട് അവൻ ചോദിക്കുന്നത് നിന്ന് കഴുകിട്ട് ഇറങ്ങി പോടാ. എന്നിട്ട് വേണം ബോബിന് അതൊന്ന് ഇരിക്കാൻ സുഖിച്ച്. എടാ റിസ, നീ ഇതുവരെ കഴുകിയിട്ടില്ലേ? എടാ ഞാൻ ഫ്രഷ് ആയിട്ടിരിക്കട്ടെ. മാറി കൊടുത്താ ഇരിക്കട്ടെ. എടാ ഹലോ, നീ ഒന്നും പറയില്ലേ? ഹലോ കക്കൂസിന് വെള്ളത്തിൽ തളിച്ചു വിട്ടത് മുഖത്ത്. ഇരിക്കാനല്ലേ നിന്റെ അടുത്ത് പറഞ്ഞേ? നിനക്ക് തത്തമ്മേ, അത് കഴിവാനാണ് പറഞ്ഞത്. ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാലേ, അതായത് ക്രൗച്ച് എന്ന് പറയുന്നത്. ക്രൗച്ച് എടാ ബൊബോയ്ക്കല്ല ബോബിന് അവനെന്തോ പറയുന്നത്. എന്താ പറഞ്ഞു? നമ്മുടെ കയ്യില് ക്രൗച്ച് അല്ല, അതുകൊണ്ട് പറഞ്ഞു.
ചാടി നീ ചാടി നീ ഒന്ന് ചാടി, ജസ്റ്റ് ചാടി, just ഒന്ന് ചാടി. ഇരി ഇനി ഇരി ആ ഏയ്, ഇവിടെ അല്ല, അവിടെ, അവിടെ. അവിടെയല്ല അവിടെ അവിടെയല്ല, ഇവിടെ. പിടിക്കല്ലേ കേറി പെട്ടെന്ന് confused ആയിട്ട് ഇറ്റാച്ചി എടുത്ത് നമുക്ക് confused ആയി. മതിലൊരക്കാനല്ലേ പറഞ്ഞ മതിലൊരക്കാനല്ലേ പറഞ്ഞ അതിന്റെ ബ്രോ പുട്ടിയുടെ അല്ല പറഞ്ഞു, ചിലര് പുട്ടിയുടെ അല്ല. സംഭവം അറിയോ? കളിക്കല്ലേ മോനെ, നീ ഇറങ്ങി പോവില്ല ഇവിടെ നിന്ന്. മര്യാദക്ക് കഴിഞ്ഞാൽ നിനക്ക് പെട്ടെന്ന് ഇറങ്ങി പോവാം. മര്യാദക്കുള്ള ക്ലീൻ ഇട്, വേറെ ക്ലീൻ ഇട്, വേറെ ക്ലീൻ ഇട്, നീ ബ്രോ, ഈ ക്ലോസറ്റ് ഇല്ലേ, ക്ലോസറ്റിലോട്ട് ലെബീന്റെ അടുത്ത് വെച്ചാൽ മതി. ലെബീന്റെ അടുത്ത് അവൻ പറഞ്ഞു തരും. അതിന്റെ അകത്തോട്ടിരി തിരിഞ്ഞിരുന്നല്ലേ എടാ നീ എന്താടാ ചുമരുമ്പോ നീ എന്ത് ചെയ്യുന്നടാ? ബ്രോ ഇത് ബ്രോക്ക് ഇവിടെ മതിൽമേ തൊളട്ടടിക്കാനല്ലേ ചെയ്ത് പറഞ്ഞത് പരിചയമില്ലാതെ പറഞ്ഞ് കക്കൂസ് അറിയില്ലടാ. നീ എന്താ കാട്ടിലാടാ തൂറണേ? എടാ റിസൈഡ് ഫസ്റ്റ് ടൈം ആണോടാ ഹോസ്റ്റേജ് ആയിട്ട്? ഫസ്റ്റ് ടൈം ആണോ റിസൈഡ്? അകത്ത് കൈയിടാൻ നന്നാടാ. നിന്നോട് മാനായിട്ട് ചോദിക്കുക, നീ അവിടെ രണ്ടുപേരെ ഹെൽമെറ്റ് ഇല്ലാത്ത രണ്ടുപേരെ അടിക്കാൻ വേണ്ടി പിസ്റ്റലിൽ നിൽക്കുന്ന നമ്മളെ AR വെച്ചടിച്ചിട്ട് ഒരു ബുള്ളറ്റ് പോലും മേത്ത് വിളിച്ചില്ലല്ലോടാ. എത്ര നാളായി ടോഗിലേറിയിട്ട്? എത്ര നാളായി? ഡ്രൈവ് ആണോടാ? നിങ്ങൾ പിസ്റ്റലായിരുന്നല്ലേ ഞങ്ങള് പിസ്റ്റലടാ. മാത്രമേ പിസ്റ്റലുള്ളൂ. ഡെസ്ട്രോഡയില് പിസ്റ്റല് പോലും ഇല്ല, കത്തി. അവന്റെ AR. ഞാൻ പറയട്ടെ, മച്ചു നിർത്തിപ്പോക്ക, അതാ നല്ല. എടാ മോബി അല്ല നിന്നാ തന്നെയാണാ കക്കൂസിന് ഇറങ്ങിട്ട് ഇപ്പൊ തന്നെ ഞാൻ പോകേണ്ടി വരും. ഇപ്പൊ കൊണയില്ല അവൻ അല്ലേലും സംസാരിച്ചില്ല. അവൻ അവൻ 8 വർഷമായിട്ട് അവന് എന്റെ വാ സംസാരിക്കില്ല, എന്റെ തോക്ക് സംസാരിക്കുന്നു പറഞ്ഞ തോക്ക് വെളിയിലെടുത്ത് ഇത് മാസിറ്റാച്ചിയാടാ. അയ്യേ തൊലി. ബ്രോ ഹലോ കത്തിച്ചങ്ങ് വിടാടാ. നിർത്തി അവന് ഓർമ്മ വേണോടാ പോയി. എടാ അവന്റെ ലീഡർ പറഞ്ഞടാ. ലീഡർ വരട്ടെ. ഇവിടെ സിറ്റുവേഷൻ അല്ലേടാ, എങ്ങോട്ടാ കണ്ടാടാ ആമ്പിളർ കേറിയണ്ടാ. പോയി അവന്റെ അവിടെ പോയി കക്കൂസി പോയി തൂറാ. അല്ല അവൻ വരുന്നുണ്ടാ? ആ ലീഡർ വരുന്നുണ്ട്, ലീഡർ വരുന്നുണ്ട്. ലീഡറെ വിളിച്ചിട്ട് ഗാങ് ഹൗസിനെ ഫ്രണ്ടി ആയല്ലോടാ. വേണ്ടേ പയ്യനെന്താ ഒന്നും മിണ്ടാത്ത ബ്രോ? നിങ്ങളെ മിണ്ടുന്നില്ല കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ മാന്യത കൊണ്ട് വിടുന്നു. എടുത്തോണ്ട് പോടാ. നമ്മുടെ അവതാരിയായിട്ട് കൂട്ടിക്കോ. എടുത്തോണ്ട് അവനെ ചെയ്യാനുള്ള ചെയ്യും. അവയവത്തിനാണ് പ്രശ്നം. ഇറ്റച്ചി റെഡി അവനാ ലീഡറിനാ? അല്ലല്ല അവന്റെ ഹോസ്റ്റേജിന്റെ MICക്ക് അതായിരിക്കൂടാ നമ്മള് സംസാരിച്ചപ്പോ തോക്കെടുത്ത് വെടിവെച്ച്. ബ്രോ നമ്മളെ ഇവിടെ സറണ്ടർ അടിച്ചു. സറണ്ടർ അടിച്ചു. വിളിച്ചിട്ട് കൊണ്ടുവരണേ. ഇവിടെ മറ്റേ റേഡിയോണ്ടോടാ ഇവിടെ. കൊറേ നാളായിരുന്നു ഇതൊന്നും അറിയത്തില്ലടാ. എന്താടാ വെടിവെക്കാൻ മാത്രാടാ അതുപോലും അറിഞ്ഞല്ലോ പോയി. പിസ്റ്റലില് നിങ്ങളെ അവന്റെ ഒരു കത്തിയാടാ. നിങ്ങള് ഡൗൺഫോളിലാണോ പ്രൈമിലാണോ? അറിയത്തില്ലേ? ഒരുത്തൻ പ്രൈമാന്ന് പറയാം, ഒരുത്തൻ ഡൗൺഫോൾ ആന്ന് പറയാ പറഞ്ഞത്. നിങ്ങൾ അവസാനം ഇനി ജയിച്ചു ആരായിട്ടാടാ? അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. വിജയോ നമ്മൾ കണ്ടിട്ടേ
ബ്രോ എന്താ സുഖല്ലേ? എന്താ ബ്രോ കേട്ടില്ല? സുഖല്ലേ? ആ ബ്രോ സുഖം. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നാടാ, കണ്ടിട്ട് കുറെ ആയടാ. നീ എവിടെ ഇരിക്കടാ? ഇവിടെ ഉണ്ട്. പോവാറാകുമ്പോ പറയാം, നീ ഇരുന്നു ഇവിടെ. ഞാൻ പറഞ്ഞു ബ്രോ ഇപ്പം ഹോസ്റ്റ് എടുത്ത് എന്തിനാണ്? ഹോസ്റ്റേജ് എടുത്ത് നിങ്ങളെന്തിനാണ് നമ്മൾ അടിച്ചത്? അത് അറിയാതാണ് നീ വന്ന് അടിച്ചത്. എന്താ ബ്രോ കേട്ടില്ല? ഇല്ല ബ്രോ എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല. അവന് ഓർമ്മിപ്പിച്ചു കൊടുക്കടാ ഡെസ്ട്രോ. എന്നാ അല്ല, അവനെ കൊണ്ട് തന്നെ ഓർമ്മിപ്പിക്കടാ. ഹോസ്റ്റേജ് വട്ടമൊക്കെ വരച്ച് ഹോസ്റ്റേജ് അവിടെ നിക്കട്ടെ, ഹോസ്റ്റേജ് അവിടെ നിക്കട്ടെ. നിങ്ങൾ കുറച്ച് ഇങ്ങോട്ട് അടുത്തേക്ക് വാ. ഹോസ്റ്റേജ് എന്തിനാ എടുത്തതെന്നൊന്ന് പറഞ്ഞു വിടറാ റിസേ. അവർക്ക് ഓർമ്മയില്ലടാ മച്ചു. എടാ നിന്റെ ലീഡറിന് പറഞ്ഞു വിടുക. ഹലോ, അവന് വേറെ പ്രശ്നമുണ്ടോ? അവനെന്തോ പ്രശ്നമുണ്ട്. അങ്ങോട്ട് പോവാൻ ഗ്യാങ് ഹൗസിലോട്ട് പോകാൻ വേണ്ടിട്ട് നിന്നപ്പോ വണ്ടി ചോദിച്ചായിരുന്നു. ആരായിരുന്നു പേര്? ഒരു പുള്ളിക്കാരനോട്ട് നിങ്ങളുടെ കൂട്ടത്തില്ല. രണ്ടുപേരുണ്ടായിരുന്നു. അപ്പൊ ഒരു പുള്ളിക്കാരൻ എനിക്ക് വണ്ടി എടുത്തെന്ന്. അതേമാതിരി ആ വണ്ടി ഫ്യൂൽ ഇല്ല. അപ്പൊ പുള്ളിക്കാരൻ എനിക്ക് ഫ്യൂൽ ക്യാനും തന്ന് ഞാന് ഫ്യൂൽ അടിക്കായിരുന്നു. ആ ടൈമില് ഒരു പുള്ളിക്കാരൻ വന്ന് ഗണ്ണേം ചെയ്ത്. അപ്പോ ഞാൻ ഗണ്ണെടുത്ത് ഞാന് ഒരു ഒപ്പല്ല പുള്ളിക്കാരനെ അടിക്കാൻ നോക്കി. അപ്പൊ മറ്റേ പുള്ളിക്കാരൻ നേരെ വന്ന് എന്റെ ഹെൽമെറ്റ് ഇടിച്ചു കളഞ്ഞ് എന്നെ എന്തോ പിസ്റ്റലിൽ അവനെ AR വെച്ചോളാൻ അടിക്കാൻ പറ്റിയില്ല. അതാണ് പ്രശ്നം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരുത്തിന് കത്തി കാണോ? ഇത്ര നേരം വായില്ലായിരുന്നല്ലോ. നിർത്തി പൊക്കോടാ. AR വെച്ചിട്ട് വെച്ചിടാൻ കഴിവില്ലാത്ത എന്താണ് തിളപ്പെന്താ? അവന്റെ തളപ്പ് MICക്ക് ഇഷ്യൂ ആണെന്ന് പറഞ്ഞത് കുഴപ്പമില്ല. ഇവന്റെ MICക്ക് എന്താ ഇഷ്യൂ? ഇത് വേറെ ഒരു ഹോസ്റ്റേജായി നിന്ന് കഴിഞ്ഞാലേ അത് നിക്കേണ്ട രീതിയുണ്ട്, മനസ്സിലായി? അതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഡിമാൻഡ് എന്താ? അല്ല ഇപ്പം ഡിമാൻഡ് എന്താ? അവനെ റിലീസ് ചെയ്യുന്നില്ല. നമ്മളെ എന്ന് വിചാരിച്ചതാ. പക്ഷെ ഹലോ ഹലോ കുടുംബ വീടുകളിൽ അമ്മരൊന്നും ചെയ്യല, മറ്റന്മാരൊന്നും ചെയ്യല്ലേ? അവനെ എഴുതി കൊണ്ടുപോയാ വായില്ലേടാ. നിന്റെ അണ്ണന്മാര് മാത്രാടാ എനിക്ക് വായുള്ളൂ. ഇപ്പൊ വായോടൊപ്പം എന്താ ഡ്രസ് ഇടാൻ പറഞ്ഞാടാ? ഡ്രസ് ഇടാൻ ഇവിടെ ആരെങ്കിലും പറഞ്ഞാടാ? ഡ്രസ് ആര് പേടിക്കാൻ? നീ ആരടാ പേടിക്കാൻ?
പിസ്റ്റളിൽ നിൽക്കുന്ന രണ്ടുപേരെ എടാ ഒരു പിസ്റ്റളിൽ നിൽക്കുന്നവരെ AR-ന് അടിച്ചിടാൻ പറ്റുന്ന നിന്നെ ആര് പേടിക്കാണ്ടാ? എടാ നിന്റെ ഗ്യാങ്ങിലുള്ള 5 പേരെ ഇവിടെയുള്ള ഒരുത്തനെ അടിച്ചിട്ടാ എനിക്ക് ഓർമ്മ വേണം കേട്ടാ കേട്ടാ. നമ്മള് പറയാം ബ്രോ, നമ്മള് പറയാം. നിങ്ങളുടെ സൗകര്യത്തിൽ ഇരിക്കാനല്ല ഇവിടെ നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. നമ്മള് പറഞ്ഞോളാം, നിന്റെ ഒന്നും ഇത് വേണ്ട കേട്ടോ. നീ ആരും നീ പറയുമ്പോ അടിക്കാൻ നിക്കുവാണ് ഇവിടെ സിറ്റുവേഷൻ. എടാ നിന്റെ ഒരുത്തനെ ഇവിടെ ഹോസ്റ്റേജ് ആയിട്ട് മുട്ടിൽ അഴിഞ്ഞുകൊണ്ട് കിടക്കണം. നമ്മളെ ഇല്ല, നമ്മള് പറയാം. അപ്പൊ നീ അടിച്ചാ മതി, അപ്പൊ അടിച്ചാ മതി സിറ്റുവേഷനൊക്കെ. നീയൊക്കെ ഏതാടാ? എടാ നീ ഏതാടാ? നിന്റെ ഒരുത്തനല്ലേ ഇവിടെ കിടന്ന് മുട്ടിൽ അഴിയുന്നേ? എടാ ഇറങ്ങി പോടാ നട്ടലില്ലാത്തവന്മാരെ. ഗ്യാങ്ങിലുള്ളവനെ മര്യാദയ്ക്ക് വളർത്താൻ പോലും ഒരു ഹോസ്റ്റേജിന് എങ്ങനെ മര്യാദയ്ക്ക് നിർത്തേണ്ടതെന്ന് പോലും കഴിവില്ലാത്ത നീയൊക്കെ നിർത്തിയിട്ട് എന്റെ സ്വന്തം കാര്യം നോക്കി പോടാ. എടാ കൊരക്കുന്നേ ആരാടാ? കൊരക്കുന്നേ ആരാ? മോനെ ലിമിയോണല്ലേ സംസാരിക്കണേ? ലിമിയോണല്ലേ സംസാരിക്കണേ? ഓസ്ട്രേലിയ റിലീസ് ആക്കിയോ? അത് ആരെടുത്താ ചോദിക്കണ്ടെന്ന് സിറ്റുവേഷൻ കഴിഞ്ഞോന്നാ ചോദ്യം. എടാ സിറ്റുവേഷൻ എടാ അപ്പൊ നിനക്ക് നിന്റെ ഹോസ്റ്റേജിന് വേണ്ടേ? അതാണ് ചോദ്യം. ഹോസ്റ്റേജിന് വേണ്ടേ? പോടാ ബബ്ബ അടിക്കാണ്ട് ഇറങ്ങി പോടാ. നീ ആരാ? നീ നമുക്ക് തോന്നുമ്പോ അടിക്കും, താല്പര്യമില്ലടാ അടിക്കാൻ. നീ കൊണ്ട് നീ കൊണ്ട് കേസോട്. നിന്റെ സൗകര്യത്തിന് അടിക്കാനിരിക്കല്ലേ? നിന്റെയൊക്കെ കൂട്ടത്തിലുള്ളവരെ നമ്മളാ ഹോസ്റ്റേജ് എടുത്ത, നീയല്ല. നിന്റെ സൗകര്യത്തിന് അടിക്കാൻ ഇവിടെ ആൾക്കാർ ഇരിക്കല്ലേ? പോടാ ഇറങ്ങി. വേണ്ടടാ, നിന്റെ ഒന്നും സൗകര്യത്തിന് അടിക്കാൻ ഇവിടെ ആരും ഇല്ല. നമ്മൾക്ക് തോന്നുമ്പോ പറയാം. അപ്പൊ വേണമെങ്കിൽ ഒന്ന് അടിച്ചോ, വേണമെങ്കിൽ പറയാടാ. അതാ പറയുന്ന കൊട്ടാശ കൊട്ടമ പിടിച്ചു. എടാ ഇവിടെ വന്ന ഒരുത്തനെ കൊട്ടിയൊക്കെ വായി വെച്ച് കൊടുത്ത് കൊട്ടിയൊക്കെ കഴുകി വിട്ടിട്ടുണ്ട്. നീ അത് ആദ്യം അവനോട് പോയി ചോദിക്കേട്ടാ. കൊട്ടിയൊക്കെ വായി കിട്ടിയായിരുന്നോന്ന് ചോദിക്കുക അവനോട്. എന്നിട്ട് നീ വന്ന് സംസാരി. വായിൽ കിട്ടിയെന്ന് ചോദിച്ചു നോക്ക് കൊട്ട. കേട്ടാടാ, കൊട്ടയില്ലാത്തവന്മാരെ. നീയാണ് കൊട്ടയെ പറ്റി പറയുന്നേ. ഇല്ലാത്തവന്മാരങ്ങനെ ഉള്ളവന്മാരുടെ പറഞ്ഞുകൊണ്ട് നടക്കൂടാ. കരയാണ്ടിറങ്ങിപ്പോയി സ്വന്തം ഗ്യാങ്ങിനെ നിലയ്ക്ക് നിർത്താൻ നോക്കടാ. ലിമിയോണെ ഇറങ്ങി പോടാ. ലിമിയോണെ ഇറങ്ങി പോടാ. ഇറങ്ങിപ്പോയി ഗ്യാങ്ങിനെ മര്യാദ പഠിപ്പിക്കടാ. നമ്മളെ മര്യാദ പഠിപ്പിക്കാണ്ട് ഇറങ്ങിപ്പോയി സ്വന്തം ഗ്യാങ്ങിനെ മര്യാദ പഠിപ്പിക്കാൻ നോക്ക്. വന്നേക്കുന്ന നീ നമ്മളെ ഓരോന്ന് പഠിപ്പിക്കാൻ. നീ ഏത് നീ കണ്ടി? ഇറങ്ങി പോടാ. ഇറങ്ങി അവന്റെ മനസ്സിലായി. അതുകൊണ്ട് പറയുന്നു മനസ്സിലായി. ഞങ്ങളുടെ കാര്യം മനസ്സിലായി. നീയൊക്കെ നാണം കെട്ടവനെ. നിന്റെ കൂട്ടത്തിലുള്ള ഒരുത്തനെ നമ്മളാ ഹോസ്റ്റേജ് എടുത്ത. നിന്റെ സൗകര്യത്തിന് ഇവിടെ ഒന്ന് പറയണ്ടാ. ഇറങ്ങി പോടാ. പറ്റത്തില്ലെന്നാണ് പറയുന്നേ. എന്ത് പറയുന്നത്? പ്രീവർ അടിക്കാൻ പറ്റത്തില്ല നിങ്ങക്ക്? പറയണം മനസ്സിലായി. പറയാൻ വേണ്ടിയാണ് നീ ചത്ത് പെടുത്തിട്ടില്ല ഈ റേഡിയോ താളം അടിക്കുന്നത്. നീ ചത്തില്ലേ? നീ ചത്തോ ഇല്ലയോ? നീ ചത്തോ? എന്ത് പറയണ? നീ എന്തോ ചെയ്യുന്ന പറയണ? നീ
എടാ പട്ടിട്ട് ഞാൻ നിന്നെ ചോദിക്കുന്നുള്ളൂ. നിനക്ക് ഇത്ര ഫ്രസ്ട്രേഷൻ വരാൻ വേണ്ടി മാത്രം എന്തോ പറഞ്ഞപ്പോടെ 10:30 വാറടിക്കുന്നു. അതിനാണ് നീ ഹോസ്റ്റേജിനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നിനക്ക് പറഞ്ഞാ പോരെ ഇത്ര ധൃതി എന്താടാ? 10:30-ക്കല്ലേ ഇത്ര ധൃതി എന്തായിരുന്നു ലിബിയോടെ? എടാ ഇത്ര ധൃതി എന്തായിരുന്നു? മനസ്സിലായോ? അത് നമ്മ പറയും. എടാ നിന്റെ കൂട്ടത്തിലുള്ള നമ്മളാണ് ഹോസ്റ്റേജ് എടുത്തത്. നിന്റെ സമയോടാ, നിന്റെ സമയത്തിന് ഇവിടെ ആരടാ? നിന്റെ വേറെ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? അടിക്കാൻ വേണ്ടിയാ വിളിക്കുന്നത്, കൊരക്കാൻ വേണ്ടിയല്ല. അപ്പൊ പിന്നെ നീ എന്തിനാണ് ആ ഗ്യാങ്ങിൽ നിൽക്കണേ? ഇറങ്ങി പോടാ കഴിവില്ലാത്തവനെ. ഒരു കഴിവില്ലാണ്ട് ആ ഗ്യാങ് എന്ത് മൂഞ്ചാനാ നിക്കുന്നേ? ഇറങ്ങി സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ നോക്കടാ. ആ നിങ്ങൾക്ക് എപ്പോഴാ വാറ് വേണ്ടത്? അത് പറഞ്ഞു. ഒരു മിനിറ്റ് എടാ നമുക്ക് സീസൊക്കെ ആയിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അത് എപ്പോഴും നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. മനസ്സിലായോ? അത് പറ്റത്തില്ല. കാരണം നമ്മളല്ല അല്ല ബ്രോ ഒറ്റയ്ക്ക് ഒരുമിച്ച് കളിച്ചാൽ മതി. നമ്മൾ ഓൾറെഡി ഇൻഫോ നമ്മൾ ഓൾറെഡി ദൈവത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങൾ അവർ ഒരു കാര്യം പറയാം, നിങ്ങളെ ഒരു തവണ കൊടുത്താൽ ഇനിയും കൊടുക്കും. നീയൊക്കെ വലിക്കും. നീയൊക്കെ ഏതാടാ? ഇറങ്ങി പോടാ അഴിയാവുന്ന്. നാണം കെടാനൊന്ന് ഇറങ്ങി പോടാ. എന്തിനാടാ ഇങ്ങനെ അപരാധം മേടിച്ച് കൂട്ടണേ? ഒന്ന് ഇറങ്ങി പോവാൻ നോക്കടാ. ഇറങ്ങി പോടാ റേഡിയോ മൊന്നെ ഇങ്ങനൊക്കെ പൊഴുത്തമാരി എന്താണ്? എടാ ഇവന്മാരുടെ ലീഡർ ആരാണ്? എടാ ലീഡറിന്റെ പേരാണോ മറ്റവൻ? മറ്റേ എടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കടാ, ഹൈപ്പല്ലേ? പോയോ ചോദിക്കാനുള്ളേ?